അങ്ങനെ അവസാനം നമ്മുടെ റിസൾട്ട് സൈറയുടെ 60ഓളം നെറ്റ് അതുപോലെ തന്നെ 20ഓളം JRF ഹോൾഡേഴ്സിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ട് നമ്മൾ ആരെയും പൊതുവെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പബ്ലിക്കിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ അങ്ങനത്തെ ഒരു ജേണിയിലേക്ക് കടക്കും. പക്ഷേ ഈ ഗൈഡ് വെച്ച് പഠിക്കലും അതേപോലെ തന്നെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു കോച്ചിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഠനവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഷബീബക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സൈറയുമായിട്ടുള്ള ഒരു 2 മാസത്തെ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? JRFനായിട്ടുള്ള ഒരു യാത്രയിലാണുള്ളത്. ഇപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ചൂടിലാണ്. ഈ ഒരു സമയത്തുള്ള ആസ്പിറൻസിനോട് എന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ വേൾഡിലേക്ക് വന്നു, ലിറ്ററേച്ചർ വേൾഡിലേക്ക് വന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് സൈറയുടെ ക്ലാസ് കാണുമ്പോഴാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് സൈറയുടെ അടുത്താണ്. കാരണം ഹായ്, കഴിഞ്ഞ ഒരു വർഷത്തെ UGC നെറ്റ് JRF കോച്ചിങ്ങിൻ്റെ ഒരു യാത്രയിൽ സൈറയ്ക്ക് ഒരുപാട് റിസൾട്ടുകൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് സന്തോഷിക്കുന്ന പുഞ്ചിരിക്കുന്ന മുഖങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 60ഓളം ആളുകൾ നെറ്റും 20ഓളം JRF ഒക്കെ ക്വാളിഫൈ ചെയ്തപ്പോഴും അവരുടെ ഒന്നും ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവരെ ഒന്നും നിങ്ങളുടെ മുന്നിൽ അധികം ഒന്നും കൊണ്ടുവരാത്ത രൂപത്തിലായിരുന്നു സൈറയുടെ ഒരു സിസ്റ്റം ഇതുവരെ വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അവരുടെ സന്തോഷങ്ങളിലേക്ക് ഞങ്ങൾ കയറി ചെല്ലാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞങ്ങളുടെ റിസൾട്ട് ജേണിയിലെ ആദ്യത്തെ ഒരു യാത്രയാണെന്നുള്ളത്. ഇന്ന് നമ്മളുടെ പിറകിലുള്ളത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ 7 വർഷക്കാലം PG കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ സൈറയോടൊപ്പം നെറ്റ് ഇംഗ്ലീഷിൽ ക്വാളിഫൈ ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട ഒരു ആസ്പിറൻ്റ് ആയിരുന്ന ഷബീബ KPയോടൊപ്പമാണ്. അവരുടെ വീട്ടിലാണ് നമ്മളിന്നുള്ളത്. ഷബീബയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സൈറയുടെ സ്റ്റുഡൻ്റ് ആയിട്ട് തന്നെ JRFന് വേണ്ടി ഈ വരുന്ന ജൂൺ എക്സാമിൽ JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഷബീബ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആസ്പിറൻസിനെയും ഓൾമോസ്റ്റ് 300ഓളം ഇംഗ്ലീഷിൻ്റെ ആസ്പിറൻസിനെയും ഒരുപോലെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്ന ഒരു ആസ്പിറൻ്റാണ് ഷബീബ. അപ്പോൾ ഷബീബയുടെ വിവരങ്ങൾ നമുക്കിന്ന് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു സൈറയോടൊപ്പമുള്ള ജേണി എന്ന് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ നമ്മളുടെ റിസൾട്ടിൻ്റെ 1ാം എപ്പിസോഡിൽ ചോദിച്ചറിയാം. എന്തായാലും ഷബീബയുടെ അടുത്തേക്ക്. അങ്ങനെ അവസാനം നമ്മുടെ റിസൾട്ട് സൈറയുടെ 60ഓളം നെറ്റ് അതുപോലെ തന്നെ 20ഓളം JRF ഹോൾഡേഴ്സിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ട് നമ്മൾ ആരെയും പൊതുവെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പബ്ലിക്കിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ അങ്ങനത്തെ ഒരു ജേണിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് സൈറ ഉള്ളത് ഷബീബയുടെ വീട്ടിലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു. ഇതിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ 7 വർഷം മുമ്പ് PG കഴിഞ്ഞിട്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇംഗ്ലീഷിൽ പൊതുവേ ആസ്പിറൻസിന് നെറ്റ് ക്ലിയർ ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ളൊരു സബ്ജക്റ്റ് ആയിട്ടാണ് ഇംഗ്ലീഷ് വിലയിരുത്തുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ്. പൊതുവേ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് ആസ്പിറൻസിന് ഇതിലെന്തുണ്ടാവും, ഒരുപാട് ഇൻസൈറ്റ്സുകൾ അവർക്ക് എടുക്കാനുണ്ടാവും. അപ്പോൾ ഷബീബയുടെ ആ ഒരു ജേണി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് അറിയേണ്ടത്. 7 വർഷമായിരുന്നു PG കഴിഞ്ഞിട്ട്. PG ഒക്കെ എവിടെയായിരുന്നു ചെയ്തത്? PG ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി കാലടിയിലായിരുന്നു. അപ്പോൾ PG കഴിഞ്ഞതിന് ശേഷം നേരിട്ട് സ്കൂളിൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൊന്നും നെറ്റിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യണമെന്ന് അങ്ങനത്തെ ഒരു സ്വപ്നം ഒന്നും വന്നിട്ടില്ലേ? നെറ്റിനെ കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ അന്നുണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൈഡ് വാങ്ങിക്കും, പഠിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എക്സാം അറ്റംപ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യും പലപ്പോഴും, പക്ഷേ അറ്റംപ്റ്റ് ചെയ്യാറില്ല. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആണ് 7 വർഷത്തിന് ശേഷം സൈറയെ കുറിച്ച് കേൾക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് സൈറയെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് പിന്നെ നമുക്ക് കോഴ്സ് കിട്ടുന്നത്. അപ്പോൾ എത്ര മാസം ഉണ്ടായിരുന്നു ആ ഒരു യാത്ര? സൈറയോടൊപ്പമുള്ള യാത്ര 2 മാസം ഉണ്ടായിരുന്നത്. ഞാൻ സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്തത്. സെപ്റ്റംബർ പകുതി എക്സാമിലേക്കും പോയി 2023 അല്ലേ? യെസ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിക്കലി അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഗൈഡ് വെച്ചിട്ടുള്ളൊരു പഠനം എന്നുള്ളൊരു രീതിയാണ് പൊതുവേ ഉണ്ടാവാറ്. നെറ്റ് ആസ്പിറൻസ് ആയ ഒരുപാട് കുട്ടികൾ പൊതുവേ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു മടിക്കോ എന്തുകൊണ്ടോ ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടായിരിക്കാം സാമ്പത്തികമായിട്ട്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും ഇതെനിക്ക് ഒറ്റയ്ക്ക് കിട്ടും എന്നൊക്കെ ഒരു തോന്നലിൽ പലപ്പോഴും പല ആളുകളും ഗൈഡ് വെച്ചൊക്കെ പഠിക്കും. പക്ഷേ ഈ ഗൈഡ് വെച്ച് പഠിക്കലും അതേപോലെ തന്നെ ഒരു കോച്ചിങ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഠനവും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഷബീബക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? യെസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സാണ്. നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാകും. നമ്മൾ ഡെയിലി ആ ഷെഡ്യൂളിനനുസരിച്ച് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും
പ്രിപ്പറേഷനും നടക്കും. പക്ഷെ നമ്മൾ ഒരു സെൽഫ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അങ്ങനെ കഴിയാറില്ല. നമ്മൾ ഗൈഡ് ഉണ്ടാകും, നമ്മുടെ അടുത്ത് ബാക്കിയുള്ള ബുക്സ് നെറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പല ബുക്സും ഉണ്ടാകും, അതെല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഡേ ടു ഡേ നമ്മൾ 1 by 1 ആയിട്ട് പോകുന്നത് മൂവ് ആവില്ല. നമുക്ക് ഷെഡ്യൂൾ ഉണ്ടാവില്ല, പ്ലാൻ ഉണ്ടാവില്ല. അങ്ങനെ പഠിക്കുന്നവരുണ്ടായിരിക്കാം മേ ബി, പക്ഷേ എത്താൻ കഴിവുള്ളവരുണ്ട്, അതിനൊന്നും നമ്മൾ ഒരിക്കലും എതിർക്കാൻ പറ്റൂല. നമ്മളെ കേസിൽ ഒരുപാട് കുട്ടികൾ ഒറ്റക്ക് പഠിച്ച് നമ്മളെ ഫ്രണ്ട്സായിട്ടും മറ്റൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ നോളജ് ഗ്യാപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന് നമ്മൾ എത്തേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഒരു 2 വർഷം കഴിഞ്ഞിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ഗ്യാപ്പ് അത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. അവിടെയാണ് ബേസിക്കലി സൈറയെ സമയമെടുത്തോളം സൈറ ആ ഒരു ഗ്യാപ്പ് അടക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ബ്രിഡ്ജിങ്ങിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സൈറയുമായിട്ടുള്ള ആ ഒരു 2 മാസത്തെ യാത്ര ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ? JRFിലേക്കുള്ള ഒരു യാത്രയിലാണുള്ളത്. എന്തായാലും ഈ ജൂണിൽ JRF കിട്ടും തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് എക്സാമിൻ്റെ ചൂടിലാണ്. ഈ ഒരു സമയത്തുള്ള ആസ്പിറൻസിനോട് എന്താ പറയാനുള്ളത്? കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. നമുക്ക് അത്രത്തോളം വലിയ ബുദ്ധിമുട്ട് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുമായിരിക്കും. പിന്നെ പഠിച്ചെത്തില്ല, എല്ലാം ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളതൊക്കെ ഫീൽ ചെയ്യുമായിരിക്കാം. പക്ഷേ നമ്മുടെ സിസ്റ്റമാറ്റിക് പ്ലാനിങ്ങും ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്ലാനിങ്ങുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും സൈറ ചെയ്യുന്നതും അത് തന്നെയാണ്. നമുക്ക് പേപ്പർ 1 ആയാലും പേപ്പർ 2 ആയാലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂള് മുമ്പേ നമുക്ക് തന്നിട്ടുണ്ട്. ഡേ ടു ഡേ എല്ലാ മെൻറ്റേഴ്സും നമ്മളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് അതിന് കൂടെ മൂവ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു. എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 7 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ വലിയ ഗ്യാപ്പാണ്. സ്വാഭാവികമായിട്ടും ടീച്ചിങ്ങിൽ നമ്മൾ പൊതുവേ പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നെറ്റ് ഓർ JRF ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ PG ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ആദ്യത്തെ 1-2 വർഷത്തെ. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ 7 വർഷത്തിന് ശേഷം വരിക, ആദ്യത്തെ അറ്റംപ്റ്റിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക. പൊതുവെ അങ്ങനെ കാണാറില്ല, കുറച്ച് ആളുകളേ ഉള്ളൂ. അതിൽ തന്നെ ഞാൻ ഷബീബയെ വളരെയധികം കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. എന്തായാലും ഇപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റ് മെൻറ്റേഴ്സിൻ്റെ അവരുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഒരു ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മെൻറ്റേഴ്സാണ് നമുക്കുള്ളത്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൈല മിസ്സാണ് ഫസ്റ്റ് കൺഫ്യൂഷനൊക്കെ തീർത്ത് തന്നത്. എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു സബ്ജക്റ്റിലുള്ള നോളജ് വളരെ ബാക്കിലായിപ്പോയി. എനിക്ക് എല്ലാ ഐഡിയയും എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ഫേസിലാണ് ഞാൻ നിന്നുണ്ടായിരുന്നത്. അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയത് അതല്ലെങ്കിൽ ഞാൻ എൻ്റെ വേൾഡിലേക്ക് വന്നു, ലിറ്ററേച്ചർ വേൾഡിലേക്ക് വന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് സൈറയുടെ ക്ലാസ് കാണുമ്പോഴാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന രീതിയിലാണ് മെൻറ്റേഴ്സ്. പിന്നെ ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാം, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ കഴിയുന്നു. അത് നോട്ട്സ് ഉപയോഗപ്പെടുത്തിയിരുന്നു. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് പേപ്പർ ഫസ്റ്റിൻ്റെ ഏകദേശം 80% റെക്കോർഡഡ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സബ്ജക്റ്റ് പേപ്പർ ആണെന്നുണ്ടെങ്കിലും അമേരിക്കൻ ലിറ്ററേച്ചർ, ഇന്ത്യൻ ലിറ്ററേച്ചർ പകുതിയായിരുന്നു, ക്രിറ്റിസിസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അങ്ങനെ ഒരു പടി മുന്നിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് തീർച്ചയായിട്ടും PDF നോട്ട്സാണ്. ഞാൻ സബ്ജക്റ്റ് പേപ്പറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ജനറൽ പേപ്പറിൻ്റെ ആണെങ്കിലും നമുക്ക് റീഡ് ചെയ്ത് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ PDF നോട്ട് വഴിയാണ്. നോട്ട്സ് സിമ്പിൾ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ ക്ലാസ് കേൾക്കുന്നതിൻ്റെ ഒപ്പം നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവം. പക്ഷേ നമുക്ക് ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഡിസംബറിൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം ക്ലാസ് കേട്ട് PDF വായിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിപ്പോൾ എക്സാമിലേക്ക് പോവാണല്ലോ, ഇനിയിപ്പോൾ ജൂണിലൊരു എക്സാം വരികയാണ്. അപ്പോൾ ഞാൻ അവസാനത്തെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. പൊതുവേ കുട്ടികൾ വർക്കൗട്ട് അല്ലെങ്കിൽ ആസ്പിറൻസ് വർക്കൗട്ട് ചെയ്യാതെ സിലബസ് ഒരുപാട് വായിച്ചു പോകുന്ന ഒരു പ്രവണത ഇപ്പോഴും കണ്ടുവരുന്നുണ്ട്. നമ്മളിത് പലപ്പോഴായിട്ട് കുട്ടികളോട് പറയുന്നതാണ്. അതായത് ബേസിക്കലി ഞാനൊക്കെ മനസ്സിലാക്കുന്നത്, ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള ഞാനൊക്കെ മനസ്സിലാക്കുന്നത്, ഇത്രയും വലിയൊരു സിലബസ് ശരിക്കും നമുക്ക് തരുന്നത് നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ജനറൽ പേപ്പറിൻ്റെ 10 യൂണിറ്റ്, ഇംഗ്ലീഷിൻ്റെ അത്രയും വലിയ യൂണിറ്റ്, അതന്നെ ഇംഗ്ലീഷിലേക്കൊക്കെ കടന്നാൽ ഒരു വേസ്റ്റ് ഓഷ്യനാണ്.
അതൊന്നായിട്ട് ഒരു 6 മാസത്തെ ഇതുകൊണ്ട് ഒരാൾ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ പിന്നെ ശരിക്കും ഈ സിലബസ് എന്താണെന്ന് വെച്ചാൽ ഈ സിലബസിൽ നിന്ന് ഒരുപാട് ഒഴിവാക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ എന്ത് ചോദിച്ചു എന്നുള്ളത് എപ്പോഴും നമ്മൾ അറിയണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇത് ഷബീബാക്ക് തോന്നിയിട്ടുണ്ടോ? യെസ്, തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷുവർ ഷോർട്ടായിട്ടുള്ള ഓരോ ഏരിയാസ് കിട്ടും. അതുപോലെ തന്നെ ലിറ്ററേച്ചറിലാണെങ്കിൽ ഷുവർ ഷോർട്ട് ഓതേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വർക്കുകളും പല ഓതേഴ്സിൻ്റെയും വളരെ മൈന്യൂട്ടായിട്ടുള്ള വർക്കുകൾ അതല്ലെങ്കിൽ മേജറായിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടാകും. അതിൽ ഏതിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏരിയയിലേക്ക് വരാൻ കഴിയുന്നതാണ്. ഒരുപാട് വാസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ എവിടെ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് തന്നെയാണ് ബേസിക്കലി റിസൾട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. എന്തായാലും സൈറയോടൊപ്പമുള്ള യാത്രയിൽ സന്തോഷമുണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് പോവേണ്ടതുണ്ട്. നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ അപ്പോൾ PhD ചെയ്യാനാണെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് അവസരങ്ങളുടെ ഒരു ലോകമാണല്ലോ. എന്തായാലും ആ അവസരങ്ങളൊക്കെ നിങ്ങളെയും തേടി വരട്ടെ എന്നൊരു ആശംസയോടെ. താങ്ക് യു സർ. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് സൈറയുടെ അടുത്താണ്. കാരണം എനിക്ക് ഒരുപാട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം എനിക്ക് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്യണം എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ സൈറയിൽ ജോയിൻ ചെയ്യുന്നത്. ഞാനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, നീ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, നീ എക്സാമിനെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് നീ എന്ത് ചെയ്യുന്നത് ഡിസംബറിലെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് ജൂണിലെ എക്സാമിൽ നമ്മൾ ക്ലിയർ ചെയ്യും. അതായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്, അതായിരുന്നു നമ്മുടെ ടാർഗറ്റ്. പക്ഷേ നമുക്ക് റിസൾട്ട് കാണുന്ന സമയത്തായിരുന്നു എക്സൈറ്റഡ് ആയത്. ശരിക്കും അപ്പോഴാണ് നമ്മൾ പഠിച്ചതിൽ ഇത്രത്തോളം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും എല്ലാവരും ഇതൊന്നും മനസ്സിലാക്കട്ടെ. അതായത് നമ്മൾ ഒരുപാട് പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് കോമ്പറ്റീറ്റീവ് എക്സാമാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. കോമ്പറ്റീറ്റീവ് എക്സാമിന് എന്താണോ സ്ട്രാറ്റജി അതാണ് ബേസിക്കലി നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അത് അപ്ലൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഷബീബയും വിജയിച്ചതെന്ന് നമ്മൾക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും നമ്മൾ ഇനിയും ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് യാത്രയുണ്ട്. ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്, നിങ്ങളൊരു ടേണിംഗ് പോയിന്റ് മാത്രമാണ്. അവിടെ നിന്ന് ഇനി വിശാലമായ യാത്രകൾക്ക് സാധ്യമാവട്ടെ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മോടൊപ്പം സംസാരിച്ചതിലും കുട്ടികൾക്ക് അതിൻ്റെതായ ഇൻസൈറ്റ്സുകൾ നൽകാൻ സാധിച്ചതിലും നന്ദി. ഓക്കെ, താങ്ക് യു സർ.